കർഷക തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നടപടി വേണമെന്ന് DKTF ആവശ്യപ്പെട്ടു. കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ആവശ്യം ഉന്നയിച്ചത്. എറണാകുളം ജില്ലാ പ്രസിഡന്റ് കൊച്ചപ്പു പുളിക്കൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ലക്ഷക്കണക്കിന് കർഷക തൊഴിലാളികൾ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളാണ്. ഇവരുടെ ക്ഷേമ പെൻഷനും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് DKTF ആവശ്യപ്പെട്ടു. കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ യോഗത്തിലാണ് ആവശ്യം ഉന്നയിച്ചത്. എറണാകുളം ജില്ലാ പ്രസിഡന്റ് കൊച്ചപ്പു പുളിക്കൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ കുറച്ച് പേര് പഞ്ചായത്ത് പോയി മത്സരിച്ച് പതികേരം മത്സരിച്ചു പോയി അങ്ങനെ പല രീതിയിലൊക്കെ കൊണ്ടുവന്നു. കാരണം സീറ്റ് കിട്ടാതെ പിന്നെ അറിയാമല്ലോ, അറിയാമല്ലോ. അപ്പൊ അങ്ങനത്തെ അവസ്ഥ ഉച്ചവരൊക്കെ മാറേണ്ടി വന്നു. ഇവരൊക്കെ മാറി പുതിയ പുതിയ ആൾക്കാർ വന്നു. എല്ലാവർക്കും കുട്ടാൻ ആൾക്കാരാണ് എല്ലാവർക്കും കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കമ്മിറ്റി ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് ചെയ്യണം. ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മള് പാർട്ടിയിൽ മാത്രം കുറ്റപ്പെടുന്നത് ഗവൺമെന്റ് കുറ്റപ്പെടുന്നത് കാര്യമില്ല. ഈ തരാമെന്നുള്ള സാധനം മേടിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ആ ഒരു കാര്യം നമ്മൾ ചെയ്യാറുണ്ട്. അച്ഛനൊന്നും ചെയ്യില്ല. നമ്മളെന്തെങ്കിലും യോഗം കൂടി പിന്നീട് വിളിച്ച് കഴിഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്നും ആളുമില്ല. നിയോജക മണ്ഡലം പ്രസിഡന്റ് ബേബി സേവ്യർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ചന്ദ്രലേഖ ശശിധരൻ, ലൈജു AT, ഷാജി വടക്കൻ, CM യൂസഫ്, ജോണി മാറഞ്ചേരി, മാർട്ടിൻ കീഴ്മാടൻ, സുരേഷ് ആലപ്പാട്ട്, വിജയൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ഭൂരിപക്ഷം പഞ്ചായത്തുകളും നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നല്ലൊരു സുദിനമാണ്. അപ്പൊ നമുക്കിത് ഏറ്റവും നല്ലൊരു ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു സംഘടനയാണ്. പ്രവർത്തിച്ച് അതിനുള്ള ഫലം കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെയും കൂടെ അറിവുള്ളവരാണ്. ഞാൻ കുറച്ചാളെ വന്നിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് കൂട്ടായിട്ട് പ്രവർത്തിച്ച് നല്ല രീതിയിൽ ഇത് വിജയിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും കൂട്ടായിട്ട് പ്രവർത്തിക്കാം. പിന്നെ ഈ മണ്ഡലം കമ്മിറ്റികൾ രൂപീകരിക്കുമ്പോൾ ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ഞങ്ങളുടെ പഞ്ചായത്തിലെ മെമ്പർമാരും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു വാർഡിൽ നിന്ന് ഞങ്ങൾ 4 പേരെങ്കിലും കമ്മിറ്റിയിലേക്ക് നൽകുന്നത്. കാരണം അങ്ങനെ വരാണെങ്കിൽ നമുക്ക് കമ്മിറ്റി നമുക്ക് വിഭജിച്ചിട്ട് പിന്നെ വീണ്ടും അങ്ങനെ നമുക്ക് വലിയ സ്ട്രെങ്ത് ആവുള്ളൂ. അല്ലാതെ അങ്ങനെ ഓരോ വാർഡ് കഴിച്ചിട്ട് 4 പേരെ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ആളെ കമ്മിറ്റികളിലേക്ക് വരും. ക്ഷേമനിധിയിൽ അംഗങ്ങളായവരുടെ മക്കൾക്ക് വിവാഹ ധനസഹായം 25,000 രൂപയാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. മക്കളുടെ വിദ്യാഭ്യാസ ധനസഹായ വർധന, മരണാനന്തര സഹായം, ചികിത്സാ സഹായം എന്നിവയിലും വർധന വേണമെന്ന് ആവശ്യമുണ്ട്. ന്യൂസ് ഡെസ്ക്, Media 60, കോതമംഗലം.